എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് PSC ഇനി വരുന്ന 10th പ്രിലിംസിന് ജൂലൈ 18-നാണ് ആദ്യത്തെ എക്സാം നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കേരള ഹിസ്റ്ററി. അതുമായിട്ട് ബന്ധപ്പെട്ട് PSC 2021 മുതൽ 25 വരെ നടത്തിയിട്ടുള്ള പ്രിലിംസ് പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പഠിക്കേണ്ട SCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള ജോഗ്രഫിയിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2021 മുതൽ 25 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പുതിയ SCRTയിലെ ചാപ്റ്ററും പഴയ SCRTയിലെ ചാപ്റ്ററും പറയും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. കേരള ജോഗ്രഫിയിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് PSC ചോദിക്കുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള ജോഗ്രഫിയിൽ വരുന്ന ടോപ്പിക്സ് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, പിന്നെ നദികളും കായലുകളും, അതുപോലെ വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതം, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായിക രംഗം, ഇതിനെക്കുറിച്ചൊക്കെയാണ് PSC ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായലാണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അടുത്തത് ദക്ഷിണ ഭാഗീരഥി. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. അടുത്തത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. അടുത്തത് കൊച്ചിയുടെ ശ്വാസകോശം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ്. അടുത്തത് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ്. അടുത്തത് കേരള കായിക ദിനം. കേരള കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13 ഇമ്പോർട്ടൻ്റ് ആണ്. കേരള കായിക ദിനം ഒക്ടോബർ 13. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. അടുത്തത് കേരളത്തിലെ നിത്യഹരിത വനം. കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലിയാണ്. അടുത്തത് കേരളത്തിന്റെ ഗവർണർ ആയ ആദ്യ മലയാളി ആരാണ്? കേരളത്തിന്റെ ഗവർണർ ആയ ആദ്യത്തെ മലയാളി ആരാണ്? വി വിശ്വനാഥനാണ്. കേരളത്തിന്റെ ഗവർണറായ ആദ്യത്തെ മലയാളി ആരാണ്? വി വിശ്വനാഥനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായലാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായലാണ്. അടുത്തത് കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? PT ഉഷയാണ്. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത PT ഉഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? പള്ളിവാസൽ പദ്ധതി. നമ്മൾ പറഞ്ഞാണ്. അത് ഏത് നദിയിലാണ്? ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. അടുത്തത് നീലവിപ്ലവം. നീലവിപ്ലവം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യമാണ്. നീലവിപ്ലവം ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മത്സ്യമാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്?
വിഴിഞ്ഞമാണ്. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏതാണ്? ചെമ്മീനാണ്. മത്സ്യ ഇനത്തിൽ പെടാത്തത് ചെമ്മീനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കാണ്? പറവൂരാണ്. പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്, മുതിരപ്പുഴയിലാണ്. 1940 പള്ളിവാസൽ സ്ഥാപിച്ചത്. അടുത്തത്, ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34. അടുത്തത്, പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ്. അടുത്തത്, കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാടാണ്. അടുത്തത്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലടയാണ്. ജലവൈദ്യുത പദ്ധതി ചോദിക്കുവാണെങ്കിൽ ഇടുക്കിയാണ്. ജലസേചന പദ്ധതി ഏതെന്ന് ചോദിക്കുവാണെങ്കിൽ കല്ലടയാണ്. അടുത്തത്, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. ഇമ്പോർട്ടന്റ് ആണ്. കരിമീനാണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റ് എത്ര എണ്ണമാണ്? രാജ്യസഭാ സീറ്റ് ഉള്ളത് 9 എണ്ണമാണ്. അടുത്തത്, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ഇപ്പോൾ ആരാണ്? നമ്മൾ ഓൾറെഡി PSC ബുള്ളറ്റിനിൽ വരുന്ന കറണ്ട് അഫേഴ്സ് ചെയ്തിടുന്നുണ്ട്. കാണാത്തവർ അതൊക്കെ കാണുക. ഇത് ജൂൺ മാസത്തിലെ കറണ്ട് അഫേഴ്സ് ആണ്. അതിൽ 16ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും അതിന്റെ വകുപ്പുകളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ എടുത്ത വീഡിയോ ആണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? സണ്ണി ജോസഫ് ആണ്. അതുപോലെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. മുഖ്യമന്ത്രി VD സതീശനാണ്. അദ്ദേഹം കുറെ അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ നോക്കി വെക്കണം. പിന്നെ ആഭ്യന്തരമന്ത്രി ആരാണിപ്പം? രമേശ് ചെന്നിത്തലയാണ്. പിന്നെ ആരോഗ്യമന്ത്രി ഇമ്പോർട്ടന്റ് ആണ്, K മുരളീധരനാണ്. റവന്യൂ മന്ത്രി PSC ചോദിക്കാറുണ്ട്, ആരാണ്? അനിൽകുമാർ ആണ്. ടൂറിസവും ചോദിക്കാറുണ്ട്, ആരാണ്? PC വിഷ്ണുനാഥ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആ കറണ്ട് അഫേഴ്സ് ക്ലാസ് എല്ലാം കാണണം. ഇനി വരുന്ന എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര എണ്ണമാണ്? കിഴക്കോട്ടൊഴുകുന്നത് 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പിന്നെ ഏതാ? പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന 3 എണ്ണമാണ്. പേരും പഠിക്കണം. കബനി, ഭവാനി, പാമ്പാർ. ടോട്ടൽ എത്ര എണ്ണമാണ്? 44. അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലടയാണ്. ക്വസ്റ്റ്യൻ ഇത് ഡിലീറ്റ് ആക്കിയായിരുന്നു. ഇവിടെ ജലസേവന പദ്ധതി എന്നാണ് ടൈപ്പ് ചെയ്തപ്പം വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കല്ലടയാണ്.
അടുത്തത് സൈലന്റ് വാലി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടു കായലാണ്. അടുത്തത്, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധ മയൂരിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയുടെ പേര് ഏതാണ്? തന്നിരിക്കുന്നതിൽ കബനിയാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അടുത്ത 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിന്റെ മലയാളി താരം ആരായിരുന്നു? PR ശ്രീജേഷ് ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടാണ്. വരയാടാണ്. അടുത്തത്, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഏത് കലാരൂപത്തിൽ നിന്നാണ്? രാമനാട്ടം. രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും ചെറുതും മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1-നാണ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? നാഫ്തയാണ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ്. അടുത്ത, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകരയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41ആണ്. കിഴക്കോട്ടൊഴുകുന്ന എത്രയാണ്? 3 എണ്ണമാണ്. 3 എണ്ണത്തിന്റെ പേര് പഠിക്കണം. കബനി, ഭവാനി, പാമ്പാർ. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാടാണ്. ഇമ്പോർട്ടന്റ് ആണ്. 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാടാണ്. കർണാടകയും തമിഴ്നാടുമായിട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. മുതിരപ്പുഴയിലാണ്. 1940-ലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ്. പറമ്പിക്കുളമാണ്. അടുത്തത്, കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ എത്രയാണ്? 20 രാജ്യസഭാ സീറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടാണ്. എത്രയാണ്? 9 എണ്ണമാണ്. ലോകസഭാ സീറ്റ് 20, രാജ്യസഭയുടെ 9. ഇപ്പോഴത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കമന്റ് ആയിട്ട് കൊടുക്കുക. ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനിയാണ്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചിന്നാറാണ്. ബാക്കിയെല്ലാം പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട്, മംഗളവനം, ചൂലന്നൂർ ഒക്കെ. അടുത്ത്, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ആലപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. അടുത്തത്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. അഞ്ജു ബോബി ജോർജ് ആണ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലത്താണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് PYQ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. അടുത്തത്, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്?
കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. സിംഹവാലൻ കുരങ്ങുകളിലെ ആവാസ വ്യവസ്ഥയായിട്ട് നിലനിർത്തുന്നത് ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. അടുത്ത മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? മറയൂറാണ്. അടുത്ത കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏറ്റവും കൂടുതൽ എവിടാണ്? മലപ്പുറത്താണ്. അടുത്തത് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. സൈലന്റ് വാലി പാലക്കാടാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനിയാണ്. 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പ. അടുത്തത് കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ്? ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലത്താണ് ശാസ്താംകോട്ട തടാകം. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? KM ബീനാമോളാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം KM ബീനാമോളാണ്. അടുത്തത് ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ട്? 4. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? തൃശ്ശൂരാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായലാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി പാമ്പാറാണ് തന്നിരിക്കുന്നതിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. ജലസേചന പദ്ധതി ചോദിക്കുവാണെങ്കിൽ കല്ലട. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായിട്ടുള്ള നെയ്തൽ ഏതു തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശമാണ്. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടിയാണ്. ഇതൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഏറ്റവും വലിയ ജില്ല ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ ഏതാണ്? ഇടുക്കിയാണ്. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? OM നമ്പ്യാരാണ്. ഈ കൊടുങ്ങരപ്പള്ളം പുഴ ഏതു പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് വന്നിരിക്കുന്ന ചാപ്റ്റർ കാണിക്കാം. പഴയ SCERT ആണ്. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. സോഷ്യൽ സയൻസിന്റെ പാർട്ട് 2ൽ വരുന്ന ചാപ്റ്റർ ആണ്. 10ാമത്തെ ചാപ്റ്റർ ആണ്. കേരളക്കരയിൽ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇവിടെ ബോക്സിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴ അതിന്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവം പഠിച്ചു വെക്കണം. എവിടാണ്? തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ് ഉത്ഭവം. എത്തിച്ചേരുന്നത് ഭവാനപ്പുഴയിലാണ്. പഠിച്ചു വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് പുനർജനി. അതും PSC PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കണം. കൊടുങ്ങരപ്പള്ളം പുഴ. അതുപോലെ സൈലന്റ് വാലിയെ കുറിച്ചും ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക്
ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. ചീവീടുകൾ അപൂർവമായിട്ടുള്ളത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി എന്ന പേര് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയത്താണ്. അതുപോലെ HMD ലിമിറ്റഡ് എറണാകുളമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായിട്ട് ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? കുറ്റ്യാടി നദിയിലാണ്. അതുപോലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ്. അത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കറക്റ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ്. തുഞ്ചൻ സ്മാരകം എവിടാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂരാണ്. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? തിരൂരാണ്. തുഞ്ചൻ സ്മാരകം. അതുപോലെ തന്നെ കുഞ്ചൻ സ്മാരകം എവിടാണ്? കിള്ളിക്കുറിശി മംഗലമാണ്. അടുത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളുമാണ് തന്നിരിക്കുന്നത്. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. വിശ്വദർശനം ആരുടെയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ ആണ്. മുത്തശ്ശി ആരുടെയാണ്? N ബാലാമണി അമ്മയുടെയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായിട്ട് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. പമ്പയുടെ ഉത്ഭവം എവിടാണ്? പുളിച്ചിമലയാണ്. ചാലക്കുടി പുഴയുടെ എവിടാണ്? ആനമലയാണ്. അത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിട്ടുണ്ട്. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം എവിടെയാണ്? തൃശ്ശൂരാണ്. നെയ്യാർ വന്യജീവി സങ്കേതം എവിടെയാണ്? തിരുവനന്തപുരമാണ്. പറമ്പിക്കുളം എവിടാണ്? മലപ്പുറം അല്ല, പാലക്കാടാണ്. അടുത്തത് 1ആം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു? PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. ആരോഗ്യം ആരായിരുന്നു? ആരോഗ്യമന്ത്രി ആരായിരുന്നു? AR മേനോനായിരുന്നു. അടുത്ത കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയം അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയുമാണ് തന്നിരിക്കുന്നത്. അതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എവിടെയാണ്? കൊച്ചിയിലാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ കടൽത്തീര ദൈർഘ്യം എത്രയാണ്? 580 അല്ല, ഇപ്പം 600 വരെ പറയുന്നുണ്ട്. 590 600 ഉണ്ടെങ്കിൽ അതെഴുതുക. അടുത്തത് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി ഏതൊക്കെയാണ്? പാമ്പാറും ഭവാനിയുമാണ്. 3എണ്ണമാണ്. കബനിയും ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ്? 1861 മാർച്ച് 12-നാണ്. കേരളത്തെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പേരമ്പാടി ചുരമാണ്. കേരളത്തെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരമാണ്. അടുത്തത് മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? കുരുമുളകാണ്. PR ശ്രീജേഷ് താഴെ പറയുന്ന ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. അടുത്തത് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്
ഏതാണ്? മഞ്ചേശ്വരമാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? എത്ര ശതമാനമാണ്? 1.18% കേരളം. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? കുണ്ടറയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായിട്ടും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. അടുത്തത് തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നതാണ്? കൈത്തറിയാണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഏതാണ്? നീണ്ടകരയിലാണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ടകരയിലാണ്. അടുത്തത് KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ബ്രഹ്മപുരമാണ്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരമാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം എവിടെയാണ്? നിലമ്പൂരാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതൊക്കെയാണ്? ഡിണ്ടിഗൽ, കൊല്ലമാണ്. ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഡിണ്ടിഗൽ, കൊല്ലമാണ്. അടുത്തത് മാസ്റ്റർ വീവർ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? കൈത്തറിയാണ്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം കൈത്തറിയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്തത് പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണ്. അടുത്തത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972 കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? തിരുമംഗലം, കൊല്ലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 ആകെ താലൂക്കുകളുടെ എണ്ണം. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ്. അടുത്ത ചൂടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണാണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീമലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? 560 കിലോമീറ്റർ ആണ്. അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാടാണ്. കേരളത്തിലെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? വയനാട്ടെ ലക്കിടിയാണ്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? കയറാണ്. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴയിലാണ്. അടുത്തത് മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മണിയാർ പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഫറോക്കിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദേശീയപാത 966. അടുത്തത് കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 38,863 കിലോമീറ്റർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ്. അടുത്ത കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ചിന്നാറാണ്, ഇടുക്കി. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്
എപ്പോഴാണ്? ഡിസംബർ ടു ഫെബ്രുവരി ആണ്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാടാണ്. അടുത്ത കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1859 ടൂറിസത്തെ വ്യവസായമായിട്ട് അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. അടുത്ത ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ്. അടുത്ത സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കൊച്ചി ടോണ്ടി പോയിന്റ്. കൊച്ചിയെയും ടോണ്ടി പോയിന്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് 85. അടുത്ത ക്വസ്റ്റ്യൻ, പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ്? മലനാടാണ്. ഇതൊക്കെ നമ്മുടെ SCERT ഉള്ളതാണ്. ഭാരതപ്പുഴയെ വെള്ളിയങ്കാട്ട് കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്, മലപ്പുറത്തുള്ള. അടുത്തത്, കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാംഗോ ഷവർ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാംഗോ ഷവർ. ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഡിസംബർ 5-നാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര് എന്താണ്? സൈലന്റ് വാലി ആണ്. അടുത്ത്, പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇടുക്കിയാണ്. KCB സ്ഥാപിതമായ വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1957 മാർച്ച് 31-നാണ്. അടുത്തത്, കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. PSC 2021 മുതൽ 25 വരെ ചോദിച്ചിട്ടുള്ള കേരള ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പുതിയ SCERT-യിലെയും അതുപോലെ പഴയ SCERT-യിലെയും ചാപ്റ്റേഴ്സ് പറയാം. പുതിയ SCERT-യിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. 5ാം ക്ലാസ്സിലെ നാടറിയാം, പിന്നുള്ളത് 8ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം. നമുക്ക് ആദ്യം ഈ 2 ചാപ്റ്റേഴ്സ് നോക്കാം. നാടറിയാം 8ാമത്തെ ചാപ്റ്ററാണ്. വള്ളത്തോളിന്റെ കൃതി കൊടുത്തിട്ടുണ്ട്, മാതൃവന്ദനം. പഠിച്ചു വെക്കണം. മാതൃവന്ദനം എഴുതിയതാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. 75 മീറ്ററിന് മുകളിലാണ് മലനാട് പ്രദേശം വരുന്നത്. അതുപോലെ 7.5 മീറ്ററിനും 75-നും ഇടയിൽ വരുന്നതാണ് ഇടനാട്. 7.5 മീറ്ററിന് താഴെയുള്ളതാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ ലക്ഷദ്വീപിനോട് ചേർന്ന് കിടക്കുന്നത് ഏതാണ്? തീരപ്രദേശമാണ്. പിന്നെ തമിഴ്നാട്, കർണാടകം ഈ 2 സ്റ്റേറ്റുമായിട്ട് അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാടാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം, ആ ഓർഡറിലാണ് വരുന്നത്. ഇതില് കളറ് മാർക്ക് ചെയ്തപ്പോൾ തെറ്റി പോയിട്ടുണ്ട്. മലനാട് വരുന്നത് ബ്രൗൺ കളറാണ്. ഇടനാട് നടുക്ക് വരുന്ന, തീരപ്രദേശം ലക്ഷദ്വീപിനോട് ചേർന്ന് വരുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും അതുപോലെ കുന്നുകള്, മല, പർവ്വതം ഇതൊക്കെ ഉൾപ്പെടുന്ന ഭാഗം ആണ് ഏത്? മലനാട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഏത്? മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. പഠിച്ചു നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്ന കുന്ന്, മല, പർവ്വതം ഒക്കെയാണ്. പിന്നെന്താണ്? കേരളത്തിലെ 44 നദികൾ ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. അടുത്തത് ഇടനാടാണ്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഉയരം എന്ന് പറയുന്നത്. ചെറുകുന്ന്, താഴ്വര, നദീതടം ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകളിൽ വരുന്നത്. പിന്നെ തീരപ്രദേശമാണ്. ലക്ഷദ്വീപിനോട് ചേർന്ന് കാണുന്നതാണ് ഏത് തീരപ്രദേശം എന്ന് പറയുന്നത്. 75 മീറ്റർ വരെയാണ് എന്ത് ഇത് PYQ റിപ്പീറ്റഡ് ചോദിക്കുന്നതാണ് മലനാടും ഇടനാടും തീരപ്രദേശം. അടുത്തത് പഠിച്ചു വെക്കേണ്ട കേരളത്തില് തീരപ്രദേശമുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്. തീരപ്രദേശം ഉള്ളത്. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകളും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് തീരപ്രദേശം ഇല്ലാത്തത് വരുന്നത്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. തീരപ്രദേശമുള്ള ജില്ലകളും ഇല്ലാത്ത ജില്ലകളും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കേരളത്തിന്റെ കാലാവസ്ഥയാണ്. കേരളത്തിലെ 2 പ്രധാന മഴക്കാലങ്ങൾ ഏതൊക്കെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലെങ്കിൽ കാലവർഷം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അല്ലെങ്കിൽ തുലാവർഷം. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. പിന്നെ വേനൽക്കാലം, കേരളത്തിലെ വേനൽക്കാലം മാർച്ച് ടു മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടും. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിയാണ് കാലവർഷം എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ് തുലാവർഷം എന്ന് അറിയപ്പെടുന്നത്. മൺസൂണിനെ കുറിച്ച് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖ വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. മാസം പഠിച്ചു നോക്കുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഉണ്ടാകുന്നത്. പിന്നെ കാലവർഷം. കാലവർഷം എന്ന് അറിയപ്പെടുന്നത് എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിയാണ് കാലവർഷം എന്ന് അറിയപ്പെടുന്നത്. പിന്നെ പഠിക്കേണ്ടത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉള്ളതാണ് ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ ഇത് പഠിക്കണം. ഒക്ടോബർ നവംബർ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. അത് പഠിച്ചു വെച്ചാൽ മതി. അതാണ് PSC ചോദിക്കുന്നത്. പിന്നെ കേരളത്തിലെ തുലാവർഷം എന്നറിയപ്പെടുന്നത് ആരാണ്? വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ്. കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ ടു സെപ്റ്റംബർ ആണ്. വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ നവംബർ ആണ്. പിന്നെ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്, ഇതൊക്കെയാണ് പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പിന്നെ പീറ്റ് മണ്ണ്, ഇതും കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ? ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്, അതുപോലെ പീറ്റ് മണ്ണ്, കറുത്ത മണ്ണൊക്കെ അതും കാണപ്പെടുന്നുണ്ട്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനം. ലോക മണ്ണ് സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ 5. അടുത്തത് നദികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കേരളത്തില് 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 കിഴക്കോട്ട് ഒഴുകുന്ന 3 ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറുമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, പാമ്പാർ, ഭവാനി. ബാക്കി 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 3 പേര് നോട്ട് ചെയ്ത് വെക്കുക. കബനി, ഭവാനി, പാമ്പാർ. പിന്നെ പദ്ധതിയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ ഒഴുകട്ടെ, ഹരിതകേരളം മിഷന്റെ ആണ്. മാലിന്യമുക്ത കേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 2 പദ്ധതിയുണ്ട്. മാലിന്യമുക്ത നവകേരളവും അതുപോലെ തെളിനീരൊഴുകും നവകേരളം. 2 തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിയാണ്. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. അടുത്ത ഇവിടെ കൃഷിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, അതുപോലെ വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ എന്താണ് തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്. തേയില വ്യാപകമായിട്ട് എവിടൊക്കെയാണ്? ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളാണ് തേയില. പിന്നെ നെൽകൃഷി എവിടൊക്കെയാണ്? പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലുമാണ് നെൽകൃഷി.
മലനാട്ടിൽ കൃഷി ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തിനി നമുക്ക് അതുപോലെ തന്നെ മലനാട്ടിൽ വേറെ എന്തൊക്കെയാണ്? ഏലം, കാപ്പി, കുരുമുളക് ഇതൊക്കെ മലനാട് മേഖലയിൽ കൃഷി ചെയ്യുന്നതാണ്. പിന്നുള്ളത് എന്താണ്? ഇടനാട്ടിൽ ഏതൊക്കെയാണ്? മരച്ചീനി, ചേമ്പ്, ചേന, കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ഇടനാട്ടിലാണ്. വാഴകൃഷി, റബ്ബർ കൃഷിയൊക്കെ. ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് എവിടാണ്? കേരളത്തിലാണ്. പിന്നെ തീരപ്രദേശത്ത് എന്താണ്? നെൽകൃഷിയാണ് കൂടുതലും. നെൽകൃഷി കൂടുതലും തീരപ്രദേശത്താണ്. പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ കായലുകൾ മത്സ്യകൃഷിക്കും ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് 2004 കേരളത്തിൽ സുനാമി ഉണ്ടായത്. ആ വർഷം ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ്. 2004 സുനാമി. 2004 സുനാമി കേരളത്തിൽ ഉണ്ടായത്. പഠിച്ചു വെക്കണം. സുനാമി 2004. പിന്നെ കവളപ്പാറയിലെ ഉരുൾപൊട്ടൽ. PSC ഈ ടെക്സ്റ്റിലൊക്കെ ചോദിക്കാറുണ്ട്. 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ നടന്നത്. പിന്നെ പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020 പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം. പിന്നെ 2019 കവളപ്പാറയിലും അതുപോലെ 2020 പെട്ടിമുടിയിലും ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതൊന്ന് പഠിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ്. എന്തൊക്കെയാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ആദ്യമായിട്ട് ഇവിടെ ചിങ്ങം 1 കർഷക ദിനമാണ്. ഇത് പഠിച്ചു വെക്കണം, PYQ ആണ്. ചിങ്ങം 1 കർഷക ദിനം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്ഥലപരിമിതികൾ മറികടക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ചാക്കിലെ കൃഷിയുണ്ട്. പിന്നെ എങ്ങനെയാണ്? അക്വാപോണിക്സ്. ചാക്കിലെ കൃഷി, അക്വാപോണിക്സ്. പിന്നെന്തൊക്കെയാണ്? പിന്നെ പെറ്റ് ബോട്ടിലെ കൃഷി, അതുപോലെ വെർട്ടിക്കൽ ഫാമിങ്. സ്ഥലം പരിമിതി ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ ചെടിച്ചട്ടിയില്, ടെറസിലൊക്കെ ഇങ്ങനെയൊക്കെയാണ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് കൃഷി ചെയ്യാനുള്ള രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. സ്ഥലപരിമിതി മറികടക്കാനുള്ള നൂതന മാർഗമാണ് എന്ത്? വെർട്ടിക്കൽ ഫാമിങ്. വെർട്ടിക്കൽ ഫാമിങ്. വെർട്ടിക്കൽ ഫാമിങ്ങിനെ കുറിച്ച് ഈ ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ലംബമായിട്ട് അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന നൂതന കാർഷിക രീതിയാണ് ഇത്. ഹൈഡ്രോപോണിക്സ് അതുപോലെ എയറോപോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സും അതുപോലെ എയറോപോണിക്സും ഒക്കെ. പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും നമുക്ക് വെർട്ടിക്കൽ ഫാമിങ് പറ്റും. കൃത്രിമമായ വെളിച്ചം, മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കാൻ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്ക് കണക്കിലെടുത്ത് കൃഷി ചെയ്യാം എന്നാണ് വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ നേട്ടം. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പ്രതികൂല കാലാവസ്ഥയിൽ ജലനഷ്ടം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വരൾച്ചയുള്ളപ്പോൾ എന്തൊക്കെയാണ്? തുള്ളിനന, തിരിനന, പുതയിടൽ. ഇതൊക്കെയാണ്. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ ഉതകുന്ന സംവിധാനമാണെന്ത്? ലതാഗൃഹം. ഗ്രീൻ ഹൗസ്. എന്താണ് ഗ്രീൻ ഹൗസ്? പ്ലാസ്റ്റിക്, നൈലോണ്, പോളി എഥിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഗ്രീൻ ഹൗസ് നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയും. മഴയെ തടയുകയും ചെയ്യും ഗ്രീൻ ഹൗസ്. അടുത്തത് തുള്ളിനന. ജസ്റ്റ് എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. തുള്ളിനന ജലത്തെ തുള്ളികളായിട്ട് വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പും വാൽവും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ് എന്ത്? തുള്ളിനന. ജലനഷ്ടം പരമാവധി കുറയും. എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയും. ജലത്തെ തുള്ളികളായിട്ട് വേരുപടലത്തിലേക്ക്
വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പും വാൽവും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണെന്ത്? തുള്ളി നന. അടുത്തത് തിരിനനയാണ്. തിരിനന. പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സുകളില് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണെന്ത്? തിരിനന. എന്താണ്? പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്തോടെ ജലസ്രോതസ്സുകളിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തുന്ന രീതിയാണെന്ത്? തിരിനന. തുള്ളി നനയേക്കാൾ എന്താണ്? കുറച്ച് ജലം മാത്രം മതി. ഏത്? തിരിനനയ്ക്ക്. പിന്നെ പുതയിടല്. എന്താണ് പുതയിടല്? കരിയില, വൈക്കോല് എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണെന്ത്? പുതയിടല്. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നത് തടയുന്നതിനാൽ ബാഷ്പീകരണം വഴിയുള്ള ജലനഷ്ടം കുറയ്ക്കാൻ കഴിയും. കളകളുടെ വളർച്ച തടയാനും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കാനും ഇതിലൂടെ കഴിയും. എന്താന്ന് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നമ്മുടെ പ്രദേശത്തെ വിളകളെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ്? കായതുരപ്പൻ, ഇലചുരുട്ടിപ്പുഴു, അതുപോലെ തണ്ടുതുരപ്പൻ, ഇവയൊക്കെയാണ്. പിന്നെ യാന്ത്രിക നിയന്ത്രണവും ജൈവ നിയന്ത്രണവും രാസിക നിയന്ത്രണം എന്തൊക്കെയാന്ന്? യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത് വല, കെണി മുതലായവ ഉപയോഗിക്കലാണ്. ജൈവിക നിയന്ത്രണം മിത്രകീടങ്ങളെ ഉപയോഗിക്കലാണ്. മിത്രകീടം നമ്മൾ 7ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഏതാണ്? ട്രൈക്കോഗ്രാമ. അത് നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ വണ്ട്, അങ്ങനെ പല ജീവികളുണ്ട്. ജൈവിക നിയന്ത്രണത്തിൽ വരുന്ന മിത്രകീടങ്ങളെ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നതാണ്. അടുത്തത് കീടനാശിനി പ്രയോഗിക്കലാണ് രാസിക നിയന്ത്രണം. അടുത്തത് സംയോജിത കീട നിയന്ത്രണം. എന്താണ്? ഇതൊന്നും PSC ചോദിക്കത്തില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറച്ച് യാന്ത്രിക കീട നിയന്ത്രണ മാർഗങ്ങള്, മിത്ര കീടങ്ങള്, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണെന്ത്? സംയോജിത കീട നിയന്ത്രണം. അടുത്തത് സംയോജിത കൃഷിയും അതിന്റെ സാധ്യതകൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചാൽ മതി ഇതൊക്കെ. സസ്യപരിപാലനത്തിനോടൊപ്പം പക്ഷികള്, മത്സ്യങ്ങള്, മൃഗം, വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. സ്ഥലത്തിന്റെ പരമാവധി വിനിയോഗം. പിന്നെന്താണ്? ഒരു വിളയില് നഷ്ടമുണ്ടായാലും നമുക്കത് മറ്റേതില് പരിഹരിക്കാം. താറാവിനെ വളർത്തുമ്പോൾ കീടനിയന്ത്രണം സാധ്യമാകുന്നുണ്ട്. പിന്നെ വിഷരഹിതവും മായമില്ലാത്ത ഭക്ഷണം ലഭ്യമാകുന്നുണ്ട്. ആഹാരത്തിൽ സ്വയം പര്യാപ്തത കൈവരുന്നു. ഒന്നിന്റെ ഉപോൽപ്പന്നം മറ്റൊന്നിന് വളമായോ തീറ്റയായിട്ടോ ഉപയോഗിക്കാം. പിന്നെ ചെലവ് കുറയ്ക്കുന്നുണ്ട്. അടുത്തത് ഹൈഡ്രോപോണിക്സിനെ കുറിച്ചും എയറോപോണിക്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പോഷക ലായനിയില് സസ്യങ്ങളെ വളർത്തുന്നതാണ് എന്ത്? ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെയും വായുവിൽ തൂക്കിയിട്ട് വളർത്തുന്നതാണ് എന്ത്? എയറോപോണിക്സ്. അതൊന്ന് പഠിച്ചു വെക്കണം, PYQ ആണ്. പിന്നെ ഭൗമസൂചിക പദവി ലഭിച്ച ചില ഉൽപ്പന്നങ്ങൾ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചാണ്. കുറ്റ്യാട്ടൂർ മാങ്ങ. കുറ്റ്യാട്ടൂർ ഏത് ജില്ലയിലാന്ന് ചോദിച്ചായിരുന്നു. കുറ്റ്യാട്ടൂർ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ്. റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചാണ്. പാലക്കാടൻ മട്ടയരി, പിന്നെ മലബാർ കുരുമുളക്, പിന്നെ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, പിന്നെ ഏതാണ്? തിരൂർ വെറ്റില. എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. PSC ആയതുകൊണ്ട് ഇനിയും ചോദിക്കും. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ പോയിന്റ്സ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു. ഇനി നമുക്ക് പഴയ SCERT എന്ന് പഠിക്കേണ്ട ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ കേരളക്കരയിൽ, അതുപോലെ 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ കേരളം മണ്ണും മഴയും മനുഷ്യനും. ഈ 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പുതിയ SCERTയുടെയും ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഐക്കാർഡിലും കൊടുത്തേക്കാം. അത് കാണണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈ പോയിന്റ് കൊടുക്കുക. താങ്ക് യു.